കമലഹാസന്റെ തമിഴ് ചലച്ചിത്രമായ തഗ് ലൈഫ് കർണാടകത്തിൽ നിരോധിച്ചതിനെതിരായ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കവെയാണ് ഈ നിരോധനത്തെ ശക്തമായി വിമർശിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ജസ്റ്റിസുമാരെ ഉജ്ജ്വൽ പുയാനും മൻമോഹനും അടങ്ങുന്ന ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചിരുന്നത്. ഈ ഹർജി പരിഗണനയ്ക്കെടുത്തപ്പോൾ തന്നെ ഈ നിരോധനത്തിന്, കർണാടകത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ നിരോധനത്തോട് തങ്ങൾക്ക് ഒരു തരത്തിലുള്ള യോജിപ്പും ഇല്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ആൾക്കൂട്ടങ്ങൾ അതുപോലെ തന്നെ കലാപകാരികൾക്കും നിയമം കയ്യിലെടുക്കാനുള്ള ഒരു അവസരം തങ്ങൾക്ക് നൽകാൻ വേണ്ടി കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഒരിക്കലൊരു ചലച്ചിത്രത്തിന് സെൻസർ ബോർഡ് റിലീസിംഗ് സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞാൽ, അതായത് സെൻസർ ബോർഡിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചലച്ചിത്രം പ്രദർശിപ്പിക്കുന്നതിന് ഒരു തരത്തിലുള്ള നിയന്ത്രണവും സംസ്ഥാന സർക്കാരുകൾക്ക് ഏർപ്പെടുത്താൻ വേണ്ടി കഴിയില്ല എന്നാണ് ഇന്ന് കോടതി ചൂണ്ടിക്കാണിച്ചത്. ചിത്രം അതുകൊണ്ട് തന്നെ ഈ ചിത്രം പ്രദർശിപ്പിച്ചാലേ മതിയാകൂ എന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ, ഈ ബെഞ്ചിന് നേതൃത്വം നൽകുന്ന ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ പറഞ്ഞത്, ഏതെങ്കിലും വ്യക്തികളോട് തങ്ങൾ ആ ചിത്രം കാണണമെന്ന് പറയുന്നില്ല, അതൊരു വ്യക്തിയുടെ അധികാരം, അവരുടെ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അധികാരമാണ്. പക്ഷേ ഒരു ചിത്രം നിരോധിക്കാൻ, ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ നിരോധനം ഒരു ചിത്രത്തിന് ഏർപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ല എന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ഇതിൽ കർണാടക സർക്കാരിൻ്റെ അഭിപ്രായം സുപ്രീം കോടതി തേടിയിരിക്കുകയാണ്. നാളെ ഇത് സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള സത്യവാങ്മൂലം ഫയൽ ചെയ്യുവാൻ കർണാടക സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെ തന്നെ ഈ കേസ് പരിഗണിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കർണാടകത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ നിരോധനത്തെ ശക്തമായി വിമർശിക്കുന്ന ഒരു നിലപാടാണ് സുപ്രീം കോടതി ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്.